രണ്ടുപേര് ഭാര്യയും ഭർത്താവും കൂടി ഒരു പുസ്തകശാലയിൽ പുസ്തകം എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് ഒരു പുസ്തകം ചൂണ്ടിയിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ബുക്ക് വേണം. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, ഇതിനകത്ത് എന്താണ് ഉള്ളത്? എന്താണ് ഇതിനകത്ത് ഉള്ളത്? ഭാര്യ പറയുന്നു, ഇത് ഒരു ബെസ്റ്റ്സെല്ലറാണ് ചേട്ടാ, ഇത് ഒരുപാട് വിറ്റുപോയ ക്ലാസിക് എന്നൊക്കെ പറയുന്ന ഒന്നാണ്. ഭർത്താവ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആകാം, പക്ഷേ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഈ പുസ്തകത്തിലുണ്ടോ? ഈ പുസ്തകങ്ങൾ തിരയുന്ന റാക്കിന്റെ തൊട്ടുപുറകില് ഈ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ നിൽപ്പുണ്ട്. അയാളിത് കേട്ടിട്ട് നെഞ്ചിനെ കൈവച്ചിട്ടിരിക്കുക. അയാൾ ചിന്തിക്കുകയാണ്, ലോകം മുഴുവൻ എന്നെ മികച്ച എഴുത്തുകാരെന്ന് പറയുന്നു, എൻ്റെ എഴുത്തുകളെ ലോകോത്തരമെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ എഴുത്തിനകത്ത് ഞാൻ എഴുതിയ ഒരു വാക്കിൽ പോലും ഒരാളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് തന്നെ ഉണ്ടല്ലോ എന്ന്. അയാൾ എഴുതിയ ഓരോ പുസ്തകങ്ങളിലേക്കും ഓരോ വരികളിലേക്കും അതിലെ ഓരോ വാക്കുകളിലേക്കും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവസാനം അയാൾ റിയലൈസ് ചെയ്യാണ്, എൻ്റെ എഴുത്തുകളിൽ ഒന്നിൽ പോലും ഒരാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ ഒന്നും തന്നെ ഇന്നോ എന്ന്. ആ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് താൻ എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ എടുത്ത് ഒരു പുഴയിലേക്ക് എറിഞ്ഞിട്ട് തിരിഞ്ഞു പോവുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് 20 വർഷമാകാം, 30 വർഷമാകാം, 60 വർഷമാകാം. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റൊരാൾക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് നമുക്ക് ബാക്കി വയ്ക്കാൻ ഉണ്ടാകണമെന്ന്